Hello everyone. ഈ വീഡിയോയിൽ നമ്മളൊരു ഫ്ലട്ടർ വെച്ചിട്ട് ഒരു സിമ്പിൾ കൗണ്ടർ ആപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ മാക്സിമം ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു സിമ്പിൾ ലോജിക് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഡിസൈൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഫസ്റ്റ്. അപ്പോൾ ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഓക്കെ, ദെൻ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സിമ്പിൾ ഡിസൈൻ ആണ്. രണ്ട് റേസഡ് ബട്ടൺസ്, അതായത് നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു അതിൻ്റെ റോളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു നമ്മളെ ടെക്സ്റ്റ്, നമ്മളെ ടൈം കാണിക്കാനുള്ള ഒരു ടെക്സ്റ്റ്, അതിന് അതുപോലെ നമുക്കൊരു ബട്ടൺ, ടൈമർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ. ഓക്കെ, അവൻ ജസ്റ്റ് കോഡ് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു സ്കാഫോൾഡിൽ നമ്മളൊരു കോളം, സെൻറ്ററിൽ ചൈൽഡ് കോളാണ്, കോളത്തിലാണ് രണ്ട് കോളാണിത്. ഓക്കെ, 1 and 2. ഓക്കെ, ഫസ്റ്റ് കോളം. ഓക്കെ, അതിന് ശേഷം നമ്മളൊരു റോലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു മൈനസ് റൈസർ ബട്ടണും അതുപോലെ നമ്മുടെ ടെക്സ്റ്റും, പിന്നെ നമുക്ക് പ്ലസ് കൊടുക്കാനുള്ള ആഡ് ചെയ്യാനുള്ള ബട്ടണും ഓക്കെ കാണാൻ പറ്റും. ഓക്കെ, എലവേറ്റഡ് ബട്ടൺ, ഇത് നമ്മുടെ മൈനസിന്റെ എലവേറ്റഡ് ബട്ടൺ ആണ്. അതുപോലെ നമ്മുടെ സെൻറ്ററിലുള്ള നമ്മുടെ ടെക്സ്റ്റ്, ടൈമിന്റെ ടെക്സ്റ്റ് വിഡ്ജറ്റ്, അതുപോലെ പിന്നെ നെക്സ്റ്റ് എലവേറ്റഡ് ബട്ടൺ വിഡ്ജറ്റ്. ഓക്കെ, നമ്മുടെ ആഡ് ചെയ്യാനുള്ള നമ്മുടെ ടൈം പ്ലസ് ഈ ഒരു ബട്ടൺ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം, അതായത് നമ്മൾ റോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഐറ്റം നമ്മളെ എലവേറ്റഡ് ബട്ടൺ, അതായത് നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ ആണ്. ഓക്കെ, അതിന്റെ ശേഷം ഞാനൊരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സീറോ ആവുമ്പോൾ നമ്മൾ ടൈമറോടെ സീറോ ആവുമ്പോൾ നമുക്ക് ടൈം അപ്പ് കാണിക്കണം. ഓക്കെ, അതിനുള്ളൊരു ഇതാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്താ കൊടുത്തിട്ടുള്ളത്, നമ്മുടെ ഓക്കെ, അതിനൊരു ഇൻറ്റിജർ വാരിയബിൾ കൊടുത്തിട്ടുണ്ട്, കൗണ്ട് 10. അതായത് എപ്പോഴും ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ ആപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 10 ആയിരിക്കും നമ്മുടെ ടൈമറിൽ സെറ്റ് ചെയ്തിട്ടുള്ള ടൈം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു കൗണ്ട് എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ഒരു എംപ്റ്റി ടെക്സ്റ്റ് ആണ്. ഇവിടെ ഓൾറെഡി ഒരു ടെക്സ്റ്റ് ഉണ്ട് ഇവിടെ, ബട്ട് അത് ഒരു എംപ്റ്റി ടെക്സ്റ്റ് ആണ്. അല്ല, അത് 0 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് ഒരു ടൈം അപ്പ് എന്നുള്ള ഒരു ടെക്സ്റ്റ് അവിടെ കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള യൂസർ ഇന്റർഫേസ് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് യൂസർ ഇന്റർഫേസ് ചെയ്യുക. ഞാൻ ഇന്റേതായ രീതിയിൽ സിമ്പിൾ ആയിട്ട് ചെയ്തതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നമ്മളെ ലോജിക്കിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ രണ്ട് ബട്ടണും എന്ത് ചെയ്യാം, ഇവിടെ ടൈം ആഡ് ചെയ്യാനുള്ള ബട്ടണും ടൈം കുറക്കാനുള്ള ബട്ടണും ടൈം സെറ്റ് ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പ്ലസ് ബട്ടൺ സെറ്റ് ചെയ്യാൻ ഓൾറെഡി ഇവിടെ ടൈമിന്റെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിറ്റ് കൗണ്ട് ഈക്വൽസ് 10 ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ മൈനസ് ബട്ടണിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈം കുറക്കാനുള്ളത് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സെറ്റ് സ്റ്റേറ്റിൽ ഓക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കൗണ്ട് മൈനസ് ഓക്കെ ഡിക്രിമെന്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോറി, ഫസ്റ്റ് നമ്മുടെ പ്ലസ് ബട്ടൻ്റെ കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റൺ ചെയ്ത് നോക്കാം. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് സ്റ്റേറ്റ്, ഇവിടെ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യണം നമ്മളെ കൗണ്ടിന്റെ വാല്യൂ, കൗണ്ട് പ്ലസ്. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കാണാൻ പറ്റും നമ്മളെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈം കൂടുന്നുണ്ട്, അതുപോലെ മൈനസ് കൊടുക്കുമ്പോൾ ടൈം കുറയുന്നുണ്ട്. ഓക്കെ, ബട്ട് നമ്മൾ കൂടുതൽ മൈനസ് കൊടുത്ത് പോയിട്ട് 0 കഴിഞ്ഞാൽ കുറയ്ക്കാൻ വേണ്ടിയില്ല, 0 ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടൈം അപ്പ് കാണിക്കും. ഓക്കെ, അതിന് നമ്മൾ ഈ ഒരു ചെയ്തിട്ടുള്ളത്, അടിയിലൊരു സിമ്പിൾ ഇത് കൊടുത്തിട്ടുള്ളത്, നമ്മൾ എലവേറ്റഡ് ബട്ടൻ്റെ താഴെ ഒരു ടെക്സ്റ്റ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മളെ കൗണ്ട് 0ന്റെ മേലെയാണെന്നുണ്ടെങ്കിൽ കാണിക്കണ്ട, 0 ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ 1ന്റെ അടിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കാണിക്കണം. ഓക്കെ, ബട്ട് നമ്മളിവിടെ ചെയ്ത സമയത്ത് നമ്മൾ ഡിക്രിമെന്റ് ചെയ്തു നമ്മളെ മൈനസ് ബട്ടൺ നോക്കുമ്പോൾ, ബട്ട് അതെന്താണ് നമ്മൾ 0ന്റെ അടിയിലോട്ടും പോകും. ബട്ട് നമുക്ക് ടൈമറിന് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെറ്റ് സ്റ്റേറ്റിന് ഒരു കണ്ടീഷൻ കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, if നമ്മുടെ കൗണ്ട് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമുക്ക് സമയം കുറച്ച്, അതായത് നമുക്ക് 0ന്റെ അടിയിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ഓക്കെ നമുക്ക് നമ്മുടെ പിന്നെ അടിയിലോട്ട് പോകണ്ട. ഓക്കെ, 0 വരെ പോയാൽ മതി. നമുക്ക് ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആപ്പ് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. -4 3 2 1 0. ഓക്കെ, ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പോവില്ല, ഇനി ബാക്കോട്ട് പോവില്ല, 0 വരെ പോവുള്ളൂ. ഓക്കെ, നമ്മളെ ബട്ടണ് ഇത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ നമ്മൾ ടൈം സെറ്റ് ചെയ്യാനുള്ളത് ബട്ടൺ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റാർട്ട് ടൈമറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷന് കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ടൈമർ എന്നുള്ളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്യാം, ആ ഫംഗ്ഷൻ ഇവിടെ ചെയ്യാം.
നമ്മുടെ ഫംഗ്ഷൻ നമ്മുടെ സ്റ്റാർട്ട് ടൈമർ ഫംഗ്ഷൻ ഞാൻ ഓൾറെഡി ഫസ്റ്റ് കോൾ ചെയ്ത് വെച്ചതാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, void start timer. ഓക്കെ, നമ്മൾ എന്താണ് ഒരു ടൈമർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ടൈമർ ഓക്കെ, ടൈമറിന് തന്നെ നെയിം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ടൈമർ എന്ത് ചെയ്യണം, ടൈമർ ക്ലാസ് നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടൈമറിൻ്റെ ലോജിക്ക് ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്യണം, ടൈമർ ഡോട്ട് പീരിയോഡിക്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാം. ഡ്യൂറേഷൻ നമുക്ക് 1 സെക്കൻഡ് ആണ് ആവശ്യം, സെക്കൻഡ്സ് 1. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കോൾ ബാക്ക് സെറ്റ് ചെയ്യണം നമ്മുടെ ഫംഗ്ഷന്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കണ്ടീഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണ്ടീഷൻ ഇഫ് കൗണ്ട് ഗ്രേറ്റർ ദാൻ 0. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെറ്റ് സ്റ്റേറ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൗണ്ടിന്റെ വാല്യൂ കുറക്കാം, ഡിക്രിമെന്റ് ചെയ്യാം. കൗണ്ട് മൈനസ്. ഓക്കെ, എൽസ് നമുക്ക് എന്ത് ചെയ്യണം, എൽസ് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ടൈമർ സ്റ്റോപ്പ് ചെയ്താൽ മതി. ടൈമർ ഡോട്ട് ക്യാൻസൽ. ഓക്കെ, നെക്സ്റ്റ് ഗൈസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ടൈമറിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ടൈമർ ഡോട്ട് പീരിയോഡിക് അസൈൻ ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ടൈമർ ഈക്വൽസ് ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്തിട്ടൊന്ന് ആപ്പ് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് എന്താണ്, ഞാൻ ഇതൊരു കംപ്ലീറ്റ് കൗണ്ടർ ആപ്പാണെന്ന് പറയാൻ പറ്റില്ല. അത് കൗണ്ടർ ആപ്പ് എന്ന് വെച്ചാൽ ഇതൊരു അതിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ ഇതാണ്, പക്കയാണ്. ബട്ട് എന്താണ് ഇതിൽ ഇനിയും കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് പല ഇമ്പ്രൂവ്മെൻറ്റ്സ്, അതായത് ഞാൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 0 എത്തുമ്പോൾ ഒരു സൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതിൽ സ്റ്റാർട്ട് ടൈമർ കൊടുത്തിട്ടുള്ളൂ, നമ്മൾ സ്റ്റോപ്പിന് ടൈമർ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് എന്താ സ്റ്റാർട്ട് ടൈമർ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ടൈമർ 10 മുതൽ 0 അവൻ്റെ അടിയിൽ നമുക്ക് ഒരു 5-ലെത്തുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ടൈമർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബട്ടൺ തന്നെ നമുക്ക് ടൈമർ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഫംഗ്ഷനും കൊടുക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു ട്യൂട്ടോറിയൽ കണ്ട് അതുപോലെ ഫോളോ ചെയ്യാതിരിക്കുക. ഓക്കെ, അതുപോലെ ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൽ കൂടുതൽ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആപ്പ് റീസ്റ്റാർട്ട് ആയിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ കൗണ്ടർ റൺ ആവാനുണ്ട്. 4 3 2 1 0. ഓക്കെ, നമ്മുടെ കൗണ്ടർ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. ഓക്കെ, നമ്മൾ കൗണ്ടർ നല്ലൊരു സിമ്പിൾ കൗണ്ടർ ആപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഐഡിക്ക് നല്ല സൂപ്പർ യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ ഫംഗ്ഷനാലിറ്റീസും, അതായത് നമുക്ക് ടൈം സ്റ്റോപ്പ് ആകുമ്പോഴുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ടൈമറൊക്കെ ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ ആഡ് ചെയ്തിട്ട് കൂടുതൽ ചെയ്ത് നോക്കുക, കൂടുതൽ പഠിക്കുക. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ദെൻ സീ യു ഗൈസ്.